കോട്ടക്കത്തെ കളരിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് കളരിയിലെ വെപ്പൺസിനെ കുറിച്ചാണ്. അപ്പം നമുക്ക് ഒത്തിരി വെപ്പൺസ് ആണ് കളരിയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ളത്. 10, 15, 16, 18 പരം വെപ്പൺസ് ആണ് കളരി പ്രാക്ടീസ് ചെയ്യുന്നത്. 9 പരം വെപ്പൺസ് ഒരു അഭ്യാസി പ്രാക്ടീസ് ചെയ്യണമെന്നാണ് കളരിയുടെ ശാസ്ത്രം അനുസരിച്ച് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ കളരി പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ പല കളരിയിലും പല രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നത്. നമ്മുടെ കളരി പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാലും വടിയാണ് ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത്. ചുവടുകൾക്ക് ശേഷം ചുവടുകൾ അതുപോലെ മെയ്പ്പേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വടിയാണ് കൊടുക്കുന്നത്. നീളമുള്ള വടി എന്ന് വെച്ചാൽ നെടുവടി എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒരുപാട് പ്രയോഗങ്ങളാണുള്ളത്. എന്ന് വെച്ചാൽ വടിത്തലുണ്ട്, അതുപോലെ വടി വീശുണ്ട്, അതേപോലെ തന്നെ വടി വീശ് എന്ന് പറഞ്ഞാൽ 2 തരത്തിൽ, അലങ്കാര വീശി, ആപ്ലിക്കേഷൻ ലെവലുള്ള വീശ്. അലങ്കാര വീശ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും വീശി എടുക്കുമ്പോൾ. അതുകൊണ്ട് പ്രയോജനമില്ല നല്ല പറയുന്നത്, നമുക്ക് നല്ല കൈക്ക് നല്ല സ്ട്രെങ്ത് വരും, റിസ്റ്റിന് നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടും, അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് അതുകൊണ്ടുള്ളത്. പക്ഷേ ആപ്ലിക്കേഷൻ ലെവലുള്ള വീശ് എന്ന് പറയാൻ നേരത്ത് ചുവടുകളുള്ള വീശാണ്. അത് നമ്മുടെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു എതിരാളി വരുന്ന സമയത്ത് 4, 5 എതിരാളികൾ നമ്മുടെ ചുറ്റിന് വരുന്ന സമയത്ത് ഈ വടിവീശ് ചെയ്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അടി നല്ലോണം നമുക്കത് പ്രാക്ടീസ് ചെയ്തെടുത്ത ഒരാൾക്ക് നല്ല രീതിയിൽ അത് പെർഫോം ചെയ്ത് അവരിൽ രക്ഷപ്പെടാൻ പറ്റും. അതാണ് വടിയുടെ ഒരു പ്രത്യേക ഗുണമെന്ന് പറഞ്ഞത്. പിന്നെ വടിത്തല്, മെയിനായിട്ട് കെട്ടുകാരി പേറ്റ്, അതുപോലെ തെക്കൻ്റെ വടിത്തല്, ഇങ്ങനെ നമുക്ക് ഒരുപാട് വടിത്തലുകൾ നമ്മുടെ കളരിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിലൊരു ഗുണമെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അമർന്ന് നിന്നതിന് ശേഷം, പടി വെച്ച് അമർന്ന് നിന്നതിന് ശേഷം ആ നോട്ടത്തിലുള്ളൊരു രൂക്ഷത, ഒരു തീക്ഷ്ണത അത് നമ്മൾ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ശ്രദ്ധ നമുക്ക് കൂടുതലായിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി കിട്ടും, അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ സ്പീഡ് കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ വടിത്തല് ചെയ്യുന്ന സമയത്ത് മാക്സിമം സ്പീഡിലാണ് കയറി തല്ലുന്നത്. ആ തല്ലിലൂടെ കിട്ടുന്നതിന്റെ നമുക്ക് നല്ല സ്പീഡിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പം ഒരു ഫൈറ്റ് സമയത്ത് തന്നെ നമുക്ക് വടിത്തല് നല്ല സ്പീഡ് ചെയ്യുന്ന ഒരാൾക്ക് നല്ല സ്പീഡായിരിക്കും. അപ്പൊ അതാണ് വടിത്തല് ചെയ്യുന്നതിനുള്ള ഗുണം എന്ന് വെച്ചാൽ. അപ്പൊ അതേപോലെ തന്നെ ഒത്തിരി പ്രയോഗവശങ്ങൾ നമ്മുടെ ഈ വടിക്കുണ്ട്. അപ്പൊ കളരിയിലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ആദ്യത്തെ വെപ്പണാണ് നമ്മുടെ നെടുവടി.